അപ്പോൾ ബാസ കൺഫേം ആയിട്ടുണ്ട്. ബാസയുടെ നെക്സ്റ്റ് മാനേജർ വേറെ ആരുമല്ല, ചാവി തന്നെയാണ്. 2025 വരെ അദ്ദേഹം ക്ലബിലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ക്ലബ്ബ് വിട്ട് പോകും, പകരം പുതിയൊരു മാനേജർ വരുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു ടേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു ഡിസിഷനിൽ ഹാപ്പിയല്ല. ഇവിടെ ജോൺ ലപ്പോർട്ട പക്ക പൊളിറ്റിക്സാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് അണ്ടറിൽ പ്രൊജക്റ്റ് ബെറ്ററായിട്ടാണ് പോയിട്ടുള്ളത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ചാവിയുടെ കണ്ടിന്യൂറ്റി ഇവിടെ യൂസ് ചെയ്തു. അപ്പോൾ ചാവി സീസൺ എൻഡ് ആകുമ്പോൾ, അതായത് 2025 സമ്മർ ട്രാൻസ്ഫറിൻ്റെ ഒരു ക്ലബ്ബ് വിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് തീർന്നിട്ടാണ് പോയിട്ടുള്ളത്. നമ്മുടെ പ്രൊജക്റ്റ് നെക്സ്റ്റ് ലെവലിലേക്ക് പോയി എന്ന രീതിയിൽ കാര്യങ്ങളെത്തും. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ ലപ്പോർട്ട ചാവിയെ ബലിയാടാക്കിയിട്ടാണ് ഉള്ളത്. ചാവിക്ക് ഈ ഒരു ഡിസിഷൻ അറിയോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് എന്തായാലും നെക്സ്റ്റ് സീസണിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മാനേജർ ചാവി ആയിരിക്കും. കഴിഞ്ഞ സീസണിൽ ലാലിഗ നേടിയതിന് ശേഷം ഈ ഒരു സീസണിലേക്ക് വന്നപ്പോൾ അത്യാവശ്യം നല്ലൊരു മീഡിയ അറ്റാക്സ് വന്നു. അത്യാവശ്യമല്ല, വിചാരിച്ചതിനേക്കാളും കൂടുതൽ വന്നു. ഇവിടെ അർട്ടേറ്റക്ക് പോലും ലഭിക്കാത്ത മീഡിയ അറ്റാക്സാണ് ചാവിക്ക് സ്പെയിനിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സീസണിലേക്ക് കടക്കുമ്പോൾ അത് 2 ഇരട്ടിയാവും. അതുമാത്രമല്ല, പ്രോപ്പർ സ്ക്വാഡ് റീബിൽഡിങ് പോലും നടത്താൻ ബാസയുടെ കയ്യിൽ ഫണ്ടില്ല. അപ്പോൾ നെക്സ്റ്റ് സീസണിലേക്ക് നമ്മുടെ ഈ ഒരു സ്ക്വാഡ് വെച്ചിട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാസ് ഏതെങ്കിലും ഒരു മാച്ച്, അത് ഇമ്പോർട്ടൻ്റ് ആയിക്കോട്ടെ ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു മാച്ച് ആയിക്കോട്ടെ, നല്ല രീതിയിലുള്ള മീഡിയ അറ്റാക്സ് പ്രതീക്ഷിക്കാം. ഇപ്പോൾ കഴിഞ്ഞ സീസൺ എടുത്തു നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മീഡിയ അറ്റാക്സ് ഉണ്ടായിരുന്നില്ല. പക്ഷേ നെഗ്രേറ ഇഷ്യൂ കാരണം നമ്മുടെ ആ ഒരു ടീമിൻ്റെ സ്റ്റെബിലിറ്റി ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ടൈറ്റിൽസ് നേടി. ഈ ഒരു സീസണിലേക്ക് വന്നപ്പോൾ ഒട്ടുമിക്ക മീഡിയാസ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നെഗ്രേറ കേസിൻ്റെ പേരിൽ, അതേപോലെ തന്നെ ചില മാച്ച് തോൽക്കുന്നതിൻ്റെ പേരിൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ അളവ് ഒരു പോയിൻ്റ് അടിച്ചപ്പോൾ നല്ല രീതിയിൽ വർദ്ധിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ചാവി റിസൈൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. അപ്പോഴേക്കും നമ്മുടെ മീഡിയ അറ്റാക്സിൻ്റെ എണ്ണം കുറഞ്ഞു. മെയിനായിട്ട് പറഞ്ഞാൽ ചാവിയുടെ പേരിലായിരുന്നു കൂടുതൽ അറ്റാക്സ് വന്നത് ടീമിനേക്കാളും. അപ്പോൾ ആ ഒരു അറ്റാക്ക് ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞു. അപ്പോൾ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ, 2024-25 സീസണിലേക്ക് വരുമ്പോൾ, ഒരു മാച്ച് തോറ്റാൽ മാത്രം മതി, ചാവിക്ക് നല്ല രീതിയിലുള്ള മീഡിയ അറ്റാക്സ് വരും. അത് ഷുവറാണ്, ഗ്യാരണ്ടി ഇട്ടുതരും. അങ്ങനെ ആയിരിക്കും ഉണ്ടാവും. അതായത് ചാവി ഇന്നേ വരെ ഫേസ് ചെയ്യാത്തൊരു മീഡിയ അറ്റാക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ജോൺ ലപ്പോർട്ട ഇദ്ദേഹത്തെ യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊളിറ്റിക്സ് നടത്തുന്നത്. അതും അറിയോ അറിയാതെയോ ചാവി അതിൻ്റെ ഇരയാകുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ബാസബോളിൻ്റെ കയ്യിൽ നല്ല രീതിയിലുള്ള ഫണ്ടിങ്ങും അതേപോലെ തന്നെ ചാവി ആഗ്രഹിക്കുന്ന സൈനിങ്സ് കൊണ്ടുവരാൻ അവർ റെഡി ആകുന്നുണ്ടെങ്കിൽ ചാവിയുടെ കണ്ടിന്യൂറ്റിയിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ നിലവിലുള്ള ബാസ ബോർഡ് എന്ന് പറയുന്നത് ചാവി ആഗ്രഹിക്കുന്ന പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ വലിയ രീതിയിലുള്ളൊരു താല്പര്യം കാണിക്കുന്നില്ല. അതുമാത്രമല്ല, നിലവിലുള്ള ബാസ ബോർഡിലുള്ള ആൾക്കാർ മൊത്തം ചില ഏജൻസിൻ്റെ പ്ലേയേഴ്സിനെ മാത്രമേ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുള്ളൂ. പിന്നെ പ്രോപ്പറായിട്ടുള്ളൊരു ഫണ്ടിങ് ഇല്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ചാവിയുടെ കണ്ടിന്യൂറ്റിയിൽ വലിയ രീതിയിലുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാത്തത്. കാരണം ഒരു പ്രോപ്പർ സ്ക്വാഡ് റീബിൽഡിങ് നടത്താതെ ചാവി ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇതേ സെയിം റിസൾട്ട് തന്നെയായിരിക്കും നെക്സ്റ്റ് സീസണിലും ഉണ്ടാവുക. ഇപ്പോൾ ഈ ഒരു സീസണിൽ നമുക്ക് ബുസ്കറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറേ സഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സമ്മറിൽ ഇപ്പോൾ ബുസ്കറ്റ്സിൻ്റെ റീപ്ലേസ്മെൻറ്റ് ബാസ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇത് തന്നെയായിരിക്കും സിനാരിയോ. അതുമാത്രമല്ല, ഇപ്പോൾ പുതിയ മാനേജർ വന്നു കഴിഞ്ഞാൽ കൂടി തന്നെ സിറ്റുവേഷനിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാവില്ല. ചിലപ്പോൾ ബാസ് കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് ആവശ്യമൊക്കെ ആയിരിക്കും, പക്ഷേ സിറ്റുവേഷനിൽ വലിയ ചേഞ്ച് ഉണ്ടാവില്ല. ട്രോഫി നേടാമെന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമില്ല. കാരണം സ്ക്വാഡ് അപ്ഗ്രേഡ് നടക്കാത്തടത്തോളം കാലം വലിയ രീതിയിലുള്ള റിസൾട്ടോ കാര്യങ്ങളോ ബാസ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. ഒരു ആവറേജ് സ്ക്വാഡിനെ വെച്ചിട്ട് ഫൈനൽ വരെ എത്തുക, അല്ലെങ്കിൽ ലാലിഗ ബാക്ക് ടു ബാക്ക് അടിക്കുക, അത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമില്ല. കുറേ ലക്ക് ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു സീസൺ കഴിഞ്ഞിട്ട് ചാവി ശരിക്കും പറഞ്ഞാൽ ക്ലബ്ബ് വിട്ട് പോകണമായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ നിൽക്കുന്നില്ല. അദ്ദേഹം നെക്സ്റ്റ് സീസണിൽ കൂടി കണ്ടിന്യൂ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിപ്പിച്ച് പോകാനാണ് പ്ലാൻ. പക്ഷെ ആ ഒരു സീസൺ ചാവിക്ക് നല്ല രീതിയിലുള്ള പണി കൊടുക്കുന്ന ഒരു സീസൺ ആവാനുള്ള ചാൻസാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. റിയാലിറ്റി ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാം, ബട്ട് നിലവിലുള്ള സിനാറിയോയിൽ എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത്, ജോൺ ലപ്പോർട്ടയുടെ പൊളിറ്റിക്സിൽ അദ്ദേഹം കുടുങ്ങി, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ നമ്മുടെ സെർജ് റോബോട്ടോ ഒരു സ്കിപ്പ് ഗോട്ടാണ്. ഇപ്പോൾ ഏത് പ്ലെയർ മോശമായിട്ട് പ്രകടനം കാഴ്ചവെച്ചാലും സെർജ് റോബോട്ടോ ഒരു മോശം പ്രകടനം കാഴ്ചവെച്ചാൽ എല്ലാ ബ്ലെയിമും സെർജ് റോബോട്ടയിലായിരിക്കും ഉണ്ടാവുക. മറ്റുള്ള പ്ലേയേഴ്സിനെ ഒന്നും ബ്ലെയിം ചെയ്യാൻ നിൽക്കില്ല, എല്ലാം സെർജ് റോബോട്ടിനെ എഗെയിൻസ്റ്റ് ആയിരിക്കും. അതേ സെയിം സിനാറിയോ ആയിരിക്കും ചാവിയുടെ കേസിലുണ്ടാവുക. ബോർഡ് വരുത്തി വെച്ച ഇഷ്യൂസ്, പ്രോപ്പറായിട്ടുള്ള അപ്ഗ്രേഡ് നടത്താത്തതിൻ്റെ ഇഷ്യൂസ് എല്ലാം തന്നെ ചാവിൻ്റെ മേലിലായിരിക്കും ഉണ്ടാവുക. കണ്ടോ, നെക്സ്റ്റ് സീസണിൽ മിക്കവാറും ഇതായിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ശരിക്കും സങ്കടമുണ്ട് ചാവിയുടെ ഈ ഒരു
സിനാറിയോ കാണുമ്പോൾ. കാരണം ലെജൻഡായിട്ട് നിൽക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് പ്രോപ്പറായിട്ടുള്ളൊരു ബാക്കിങ് പോലും ഇല്ല, എന്നിട്ട് ക്ലബ്ബിൽ കണ്ടിന്യൂ ചെയ്യുന്നത് ലപ്പോർട്ടയുടെ റിക്വസ്റ്റ് പ്രകാരം. ലപ്പോർട്ട ആണെങ്കിൽ ചാവിനെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്സൊക്കെ ഹൈഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നെക്സ്റ്റ് സമ്മറിലെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടോ, അത്ര എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഇപ്പോൾ വരുന്ന റൂമേഴ്സ് പ്രകാരം അദ്ദേഹത്തിൻ്റെ ബ്രദറിനെ സാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഓസ്കാർ ഹെർണാണ്ടസ് എന്ന് പറയുന്ന അസിസ്റ്റൻറ്റ് മാനേജർ അത്യാവശ്യം നൈസായിട്ടുള്ളൊരു മാനേജറാണ്. അദ്ദേഹത്തിൻ്റെ വിൻ റേറ്റ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നൈസാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഗെയിം മാനേജ്മെൻറ്റും പൊളിയാണ്. ഇപ്പോൾ ചാവിക്ക് അത്യാവശ്യം നല്ലൊരു ഡയറക്ഷൻ കൊടുക്കുന്നൊരു മാനേജറാണ് ഓസ്കാർ ഹെർണാണ്ടസ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ വേറൊരു മാനേജറുണ്ട്, അസിസ്റ്റൻ്റായിട്ട് ചാവിക്ക് 2 ആൾക്കാരുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബ്രദർ അല്ലാതെ വേറൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തെ സാക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ പെപ്പിൻ്റെ ഈ ഒരു അസിസ്റ്റൻ്റായിട്ടുള്ള ടോറൻറ്റിനെ കൊണ്ടുവന്നു, കുഴപ്പമില്ല. പക്ഷേ ഓസ്കാർ ഹെർണാണ്ടസിനെ സാക്ക് ചെയ്യുന്നതിൽ എനിക്ക് വലിയ യോജിപ്പില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ നമ്മുടെ ട്രെയിനറായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്, ലീഡ്സ് യുണൈറ്റഡിൻ്റെ ട്രെയിനറൊക്കെ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ മാറ്റിയിട്ട് വേറൊരു ട്രെയിനറെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ട്രെയിനർ നമ്മുടെ ടീമിനെ വേറെ ലെവലിലേക്കൊന്നും എത്തിച്ചിട്ടില്ല. സോ പുതിയ ട്രെയിനർ വരുന്നത് ബെറ്റർ തന്നെയാണ്. എന്തായാലും ഓസ്കാർ ഹെർണാണ്ടസിനെ മാറ്റുന്നതിൽ മാത്രം എനിക്കൊരു യോജിപ്പില്ല. എന്താകും റിയാലിറ്റി എന്നത് ഒരു മണിക്കൂറിൽ അറിയാൻ സാധിക്കും.